നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എലിസബത്ത് വിഷയം തന്നെയാണ് കത്തിക്കയറുന്നതും. മറ്റൊന്നുമല്ല, ബാലയ്ക്കെതിരെ വളരെ വലിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് എലിസബത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നാലെ ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷും അഭിരാമിയും ഇതുപോലെ എലിസബത്തിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ അമൃത തന്നെ ചതിച്ചുവെന്നും വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിട്ടെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. യൂട്യൂബിൽ അമൃതയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് താഴെ വന്ന കമൻറ്റിന് മറുപടി നൽകുകയായിരുന്നു എലിസബത്ത് ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവിടെ വിഷയം ബാലയാണല്ലോ, അതിൻ്റെ ഇടയിൽ എന്തിനാ അമൃതയെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്കും നിങ്ങളും അമൃതയും ഒക്കെ ഒരേ ഇരകളാണ്, രണ്ടുപേർക്കും നീതി വേണം എന്നേ ഉള്ളൂ. നിങ്ങൾ പിന്നെ എന്താണ് പറയുന്നതും എന്നായിരുന്നു കമൻറ്റ്. ഇതിന് മറുപടി നൽകിയ എലിസബത്ത് തന്നെ ആരൊക്കെയോ ചതിച്ചു, പീഡിപ്പിച്ചു എന്ന് തനിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ മറുപടി നൽകി. നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കാം, എന്നാൽ എന്നെ അവർ രണ്ടുപേരും പല തരത്തിൽ ചതിച്ചിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ മകൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെന്ന് കരുതുക. ഇക്കാര്യങ്ങൾ വിശ്വസിച്ച ഒരാളോട് പറയുന്നു, ആ കോൾ റെക്കോർഡ് ചെയ്യരുതെന്നും രഹസ്യമാക്കി വയ്ക്കണമെന്നും അപേക്ഷിക്കുന്നു. പിറ്റേന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ തെളിവ് നൽകാമെന്നും പറയുന്നു. ഇത് നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? കമൻ്റ് ഇട്ട വ്യക്തിയോട് എലിസബത്ത് ചോദിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് മാത്രം നാണക്കേട് തോന്നി എന്ന് നിങ്ങൾക്ക് അറിയുമോ? എൻ്റെ ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും മാതാപിതാക്കളെയും എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? അതും എൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ. ഇത് ചതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മറ്റേ വ്യക്തി ചെയ്തത് മാത്രമാണ് ചതിയെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നും എലിസബത്ത് ചോദിച്ചു. അവർ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കില്ലേ? കോൾ റെക്കോർഡ് ചെയ്യരുതെന്നും പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായി വെക്കണമെന്നും പറയില്ലേ? പറഞ്ഞ കാര്യങ്ങൾ സീക്രട്ടായി വെക്കണമെന്ന് പറഞ്ഞിട്ടും അത് മാധ്യമങ്ങളിലൂടെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിനുശേഷമുള്ള എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നും എലിസബത്ത് ചോദിക്കുകയായിരുന്നു. അഭിമുഖങ്ങളിലെല്ലാം ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് നിങ്ങൾ പറയുന്നു. എപ്പോഴാണ് ഞാൻ നിങ്ങളെ സുഹൃത്തുക്കളാക്കിയത്? എന്നെ ചതിച്ചവരുമായി ഞാൻ എന്തിന് സൗഹൃദം സ്ഥാപിക്കണം? ഈ സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ച് കുറേ പേർ എത്തിയിരുന്നു. അവരുമായി അടുത്ത ബന്ധമുള്ളവരായിരിക്കാം. എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പിന്തുണയ്ക്കുന്നവരെയും എനിക്ക് മനസ്സിലാക്കാനാവും എന്നായിരുന്നു എലിസബത്ത് പറഞ്ഞത്. അമൃതയ്ക്കും അഭിരാമിക്കുമുള്ള മറുപടി എന്നോണമായിരുന്നു എലിസബത്തിൻ്റെ കമൻറ്റ്. തെളിവൊന്നുമില്ലാതെ എന്തിനാണ് അമൃതയും അഭിരാമിയെയും കുറ്റപ്പെടുത്തുന്നത് എന്ന മറ്റൊരു ചോദ്യത്തിന് എലിസബത്ത് മറുപടി പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന കമൻറ്റിനാണ് മറുപടി നൽകിയത്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്, നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ കേസ് കൊടുക്കാം. എനിക്കതിന് താല്പര്യമില്ല, എന്നാൽ എല്ലാ കാര്യത്തിനും ഒരു പരിധിയുണ്ട്. കേസ് ഒഴിവാക്കാനാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. ഫേക്ക് ഐഡികളും അവരുടെ കയ്യിലെ യൂട്യൂബ് ചാനലുകളും ഉപയോഗിച്ച് എന്നെ കേസ് കൊടുക്കാൻ നിർബന്ധിക്കുന്നു. എനിക്കെതിരെ അവർ പറഞ്ഞ വീഡിയോകൾ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു എലിസബത്തിൻ്റെ മറുപടി. വീണ്ടും കുറേ അധികം തെളിവുകളുമായി എലിസബത്ത് വീണ്ടും രംഗത്ത് വരും. എന്തായാലും അമൃതയ്ക്കും അഭിരാമിക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു എലിസബത്തിൻ്റെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ.